കാറ്റത്തെ കിളിക്കൂടിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ കവിതയുടെ വീട്ടിൽ നിന്ന് വന്നവരെയെല്ലാം എല്ലാവരും ചേർന്ന് സ്വീകരിച്ച് അകത്തിരുത്തി. നിധിയും സുധീഷും കൂടി എല്ലാവർക്കും ചായയും പലഹാരങ്ങളും നൽകി. കവിതയുടെ അച്ഛനും ഭാസ്കരനും അങ്ങനെ എല്ലാവരും ചേർന്ന് നിശ്ചയത്തിന്റെയും കല്യാണത്തിന്റെയും കാര്യങ്ങൾ ചർച്ച ചെയ്തു. അവസാനം എല്ലാ കണ്ടീഷനും ഓക്കെ ആണല്ലോ എന്ന് ബ്രോക്കർ ചോദിച്ചു. എന്ത് കണ്ടീഷൻ? സുഭാഷ് ചോദിച്ചു. അതൊന്നുമില്ല സുഭാഷ് ഏട്ടാ, ഈ കല്യാണം എവിടെ വെച്ച് നടത്തണം, എത്ര സ്വർണം എടുക്കണം, അങ്ങനെയുള്ള കണ്ടീഷൻസ് ഇല്ലേ? അങ്ങനെ സുധീഷ് വളരെ തന്ത്രപരമായി വിഷയം മാറ്റി. എന്നിട്ട് അവരോട് പറഞ്ഞു, കല്യാണം നിങ്ങൾ എവിടെ വെച്ചാണോ നടത്താൻ ആഗ്രഹിക്കുന്നത് അവിടെ വെച്ച് നടത്താം. പിന്നെ സ്വർണത്തിന്റെ കാര്യം, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ അങ്ങ് ചെയ്താൽ മതി. ഞങ്ങൾക്ക് ഒരു നിർബന്ധവുമില്ല, സുധീഷ് പറഞ്ഞു. അത് നിങ്ങളുടെ നിലപാട്. പക്ഷേ ഞങ്ങളുടെ കുട്ടിക്ക് വേണ്ടത് എന്താണോ അത് ഞങ്ങൾ നല്ല വൃത്തിയായി ചെയ്യും. ഇന്ന് ബുധൻ, രാഹു 12-ന് തുടങ്ങും. അതിനു മുൻപ് നിശ്ചയത്തിന്റെ തീയതി കുറിച്ചാലോ? കവിതയുടെ അച്ഛൻ ചോദിച്ചു. പയ്യന്റെ ജാതകം കയ്യിലുണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ മുഹൂർത്തം നോക്കിച്ചു. അടുത്ത മാസം ഒരു 3 മുഹൂർത്തമുണ്ട്, കവിതയുടെ അമ്മ പറഞ്ഞു. 15, 25, പിന്നെ 30. ഇതിലേതാ നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ളത്? കവിതയുടെ അച്ഛൻ ചോദിച്ചു. 15 തന്നെ ആയിക്കോട്ടെ, ഹരീഷ് പറഞ്ഞു. അപ്പോ കല്യാണത്തിന് 4 ദിവസം മുൻപ് നിശ്ചയത്തിന്റെ ചടങ്ങ് നടത്താം, കവിതയുടെ അച്ഛൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും ചേർന്ന് കവിതയുടെയും സുഭാഷിന്റെയും വിവാഹം വാക്കാൽ പറഞ്ഞുറപ്പിച്ചു. എല്ലാവരും പോയ ഉടനെ നികേഷ് സുഭാഷിനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. എന്താടാ, എന്തിനാ നീ കരയുന്നേ? സുഭാഷ് ചോദിച്ചു. ഏയ് ഒന്നുമില്ല ഏട്ടാ, സന്തോഷം കൊണ്ടാ, നികേഷ് പറഞ്ഞു. ആ സന്ദർഭം കൂടുതൽ വഷളാകാതിരിക്കാൻ എല്ലാവരും ചേർന്ന് നികേഷിനെ കളിയാക്കി. പെട്ടെന്നൊരു കല്യാണത്തിന് പൈസ വേണ്ടേ? ഉള്ളതെല്ലാം എടുത്തിട്ടല്ലേ നമ്മൾ സുധീഷിന്റെ കല്യാണം നടത്തിയത്. ഉടനെ നമ്മളിപ്പോൾ എവിടെ പോയി പൈസ ഉണ്ടാക്കും? എത്ര ശ്രമിച്ചാലും അതിനൊക്കെ കുറച്ച് സാവകാശം വേണ്ടേ? സുഭാഷ് ചോദിച്ചു. എന്ത് വർത്താനമാ സുഭാഷ് ഏട്ടാ ഇത്? എന്റെ കല്യാണം നടത്തിയത് സുഭാഷേട്ടനാണെങ്കിൽ സുഭാഷേട്ടന്റെ കല്യാണം നടത്തേണ്ടത് എന്റെ അവകാശമല്ലേ? സുധീഷ് ചോദിച്ചു. ഇന്നേ വരെ ഈ വീടിന് വേണ്ടി ഒന്നും ചെയ്യാത്ത ആളാ സുധീഷേട്ടൻ. എന്തെങ്കിലും ചെയ്യേണ്ടി വന്നാൽ അപ്പോൾ ഇവിടെ നിന്ന് സ്കൂട്ടാകുന്ന ആളല്ലേ. ഇന്നേ വരെ എനിക്കൊരു പെൻസിലെങ്കിലും വാങ്ങി തന്നിട്ടുണ്ടോ? ആ ആളാണ് കല്യാണത്തിന് മൊത്തം ചെലവ് നോക്കാൻ പോകുന്നത്, നികേഷ് പറഞ്ഞു. ഈ കല്യാണം ഞാൻ നടത്തും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാ, സുഭാഷ് പറഞ്ഞു. രാത്രി ഹരീഷ് സുധീഷിനോട് ചോദിച്ചു. കല്യാണം എങ്ങനെ നടത്തും? കയ്യിൽ കാശില്ലാന്ന് സുഭാഷേട്ടൻ പറഞ്ഞതല്ലേ. അപ്പോൾ കല്യാണത്തിന് മുഴുവൻ ചെലവും സുധീഷേട്ടൻ എടുത്തോളാം എന്നല്ലേ പറഞ്ഞത്? അയ്യടാ, എപ്പോ? ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ഇതായിരുന്നു സുധീഷിന്റെ മറുപടി. ഇത് കേട്ട് ദേഷ്യം വന്ന ഹരീഷ് സുധീഷിനോട് ഒച്ചയെടുത്തു. അങ്ങനെ പരസ്പരം ഒന്നും രണ്ടും പറഞ്ഞ് രണ്ടുപേരും തമ്മിൽ അടിയായി. നികേഷ് പിടിച്ചുമാറ്റാൻ നോക്കിയിട്ട് ഒന്നും നടന്നില്ല. അപ്പോഴേക്കും സുഭാഷ് ഓടി വന്നു. സുഭാഷ് പിടിച്ചുമാറ്റാൻ നോക്കിയിട്ടും അവർ സമ്മതിച്ചില്ല. ശബ്ദം കേട്ട് നിധി മുറിയിൽ നിന്ന് ഇറങ്ങി വന്നു. നിധി പറഞ്ഞിട്ടും കേൾക്കാതായപ്പോൾ നിധി അടുക്കളയിൽ നിന്ന് ഒരു പാത്രമെടുത്ത് വലിച്ചെറിഞ്ഞു. നിർത്തുന്നുണ്ടോ ഇല്ലയോ? ഇത്ര വിവരമില്ലേ നിങ്ങൾക്ക്? ചെറിയ പിള്ളേരാണോ നിങ്ങൾ? അവര് പോലും ഇങ്ങനെ കെട്ടിമറിഞ്ഞ് അടിയുണ്ടാക്കില്ലല്ലോ. തൂണുപോലെ ഇത്രയും വലുതായിട്ടും ഇങ്ങനെ അടികൂടാൻ നാണമില്ലേ? ഇനി ഇവിടെ നിന്നൊരു ശബ്ദം കേട്ടാൽ ഞാൻ വെറുതെ ഇരിക്കുമെന്ന് വിചാരിക്കേണ്ട, നിധി പറഞ്ഞിട്ട് പോയി. പിറ്റേന്ന് സുഭാഷും ഹരീഷിനോട് സുധീഷിനോടുമായി പറഞ്ഞു. ഒരു പെൺകുട്ടി വീട്ടിലുണ്ടെന്ന തോന്നൽ വേണം നിങ്ങൾക്ക്. എന്തിനാ ഇങ്ങനെ രണ്ടുപേരും കൂടി അടികൂടുന്നേ? എത്ര തവണ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ട് ഞാനല്ല ഇവനാണ് എന്ന് പറഞ്ഞ് അവർ വീണ്ടും അടിയുണ്ടാക്കാൻ തുടങ്ങി. ഇത് കണ്ടുകൊണ്ട് നിധി എത്തി. അപ്പോൾ അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കാം. അതുവരേക്കും ബായ്.